ഹലോ ഓൾ. അപ്പം സെറ്റ് എക്സാമിന് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജൂൺ എക്സാമിൽ കഴിഞ്ഞ ജൂൺ എക്സാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും ചോദിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില കീ കൺസെപ്റ്റും ഉണ്ട്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പം സെറ്റ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എന്നാലേ ആ ഒരു ഐഡിയ ബേസിക് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ അതിൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a saturated carbon 18 fatty acids is fully extended in beta conformation. Approximate molecular length would be closest to. അതായത് ഈ ഒരു C18 fatty acids ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള C18 fatty acids ന്റെ മോളിക്കുലാർ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ നമുക്ക് തന്നിട്ടുള്ളത് ഇതൊരു ബീറ്റ കൺഫർമേഷൻ ആണ്. അതായത് ബീറ്റ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ഫുള്ളി എക്സ്റ്റെൻഡഡ് ആണ്, അത്രയും വലിഞ്ഞിട്ടുള്ള അത്രയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള കാർബൺ കാർബൺ ബോണ്ട് ആയിരിക്കും ഈ ഒരു കാർബൺ 18 ഫാറ്റി ആസിഡ്സിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അതിൽ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഓപ്ഷനിൽ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള എന്താ അളവ് ഏതാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഇതില് നമ്മൾ ഒരു ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ അതിൽ കുറെ കാർബൺ കാർബൺ ചെയിനും ഉണ്ടായിരിക്കും. ഇവിടെ എത്രയാണ് C18 18 കാർബൺ ആറ്റങ്ങൾ ഉണ്ട്. ആ കാർബണും കാർബണും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായിരിക്കുമല്ലോ അല്ലെ. അത് കൂടാതെ അതിന്റെ ടെർമിനൽ ആയിട്ട് അവയുടെ ടെർമിനൽ ആയിട്ട് മറ്റ് ചില ആൾക്കാരുമായിട്ടും അവ ബൈൻഡ് ചെയ്യുന്നില്ല. ഇത് ഫാറ്റി ആസിഡ് ആണെങ്കിൽ ചില കേസിൽ മീഥൈൽ ഗ്രൂപ്പ് ആയിട്ടും അല്ലെങ്കിൽ കാർബോക്സിൽ ഗ്രൂപ്പ് ആയിട്ടും ഒക്കെ ബൈൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു മോളിക്കുലാർ ലെങ്ത് കൂട്ടുമ്പോൾ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫുള്ളി ആ ഒരു സ്ട്രക്ചർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാർബൺ 18 കാർബൺ ആറ്റംസ് ആണ് ഉള്ളതെന്ന്. അപ്പൊ നമ്മൾ മോളിക്കുലാർ ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമ്മൾ കാർബൺ തമ്മിലുള്ള ബോണ്ട് ലെങ്ത് ഓരോ ബോണ്ട് ലെങ്ത്തും നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ ഒരു ബീറ്റ കൺഫർമേഷൻ ആണെങ്കിൽ കാർബൺ കാർബൺ തമ്മിലുള്ള ബോണ്ട് ലെങ്ത് എപ്പോഴും എത്രയായിരിക്കും? അപ്രോക്സിമേറ്റ്ലി ആ ഒരു കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.5 ഡിഗ്രി ആ ഒരു ആങ്സ്ട്രം ആണ് നമ്മൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ഒരു ഫാറ്റി ആസിഡോ ഏതെടുത്താലും കാർബണും കാർബണും തമ്മിലുള്ള ബീറ്റ കൺഫർമേഷനിലുള്ള ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 1.5 ആങ്സ്ട്രം ആണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ 18 കാർബൺ ആറ്റം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ 18 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ കാർബൺ കാർബൺ ബോണ്ടിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് N-1 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. അതായത് N എന്ന് പറയുന്നത് കാർബണിന്റെ നമ്പർ ആണ്. അപ്പൊ 18 - 1, സോ 17 കാർബൺ കാർബൺ ബോണ്ട്, 17 കാർബൺ കാർബൺ ബോണ്ട് ആയിരിക്കും ഈ ഒരു കാർബൺ 18 ഫാറ്റി ആസിഡ്സിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അതില് ഒരു കാർബൺ കാർബൺ ബോണ്ട് തമ്മിലുള്ള ബോണ്ട് ലെങ്ത് 1.5 ആങ്സ്ട്രം ആണ്. സോ 17 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു നമ്മൾ ആൻസർ ഇവിടെ ബി ആണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പൊ 17 കാർബൺ കാർബൺ ബോണ്ട് ഉണ്ടാക്കുമ്പോൾ ആ 17 കാർബൺ കാർബണിന് ഏകദേശം 1.5 ആങ്സ്ട്രോം ആയിട്ട് നമ്മൾ ഇൻറ്റു ചെയ്തു. അപ്പൊ നമുക്ക് 25.5 ആങ്സ്ട്രോം കിട്ടി. അപ്പം അത് കിട്ടിയ പാട് നമ്മൾ ഈ ഒരു ആൻസർ എ ആണ് എന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല. കാരണം കാർബൺ 18 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ കാർബൺ കാർബൺ ചെയിൻ മാത്രമല്ല അവയുടെ ടെർമിനൽ ബോണ്ട് ലെങ്ത്തും കൂടി നോക്കണം. അപ്പൊ ഇവിടെ ടെർമിനൽ ബോണ്ട് ലെങ്ത്തും കൂടി നോക്കുമ്പോൾ ആണെങ്കിൽ നമ്മൾ ടെർമിനൽ ബോണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാത്തിലും സെയിം ആയിരിക്കും. അതായത് മീഥൈൽ ഗ്രൂപ്പും ഇവിടെ ഇപ്പം CH3 ഗ്രൂപ്പ് അല്ലെങ്കിൽ COOH ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ടെർമിനൽ ആയിട്ട് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു CH3 ഗ്രൂപ്പിന്റെയും COOH ഗ്രൂപ്പിന്റെയും കൂടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്താൽ ടോട്ടൽ ഏകദേശം ആ ഒരു ബോണ്ട് ലെങ്ത് നമ്മൾ കണക്കാക്കുന്നത് ഏകദേശം 1.5 മുതൽ 2 വരെയാണ് കേട്ടോ. ഈ രണ്ട് ബോണ്ടും കൂടി ഏകദേശം 1.5 മുതൽ 2 ആങ്സ്ട്രോം വരെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് 25.5 ആങ്സ്ട്രോം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ടെർമിനൽ ബോണ്ട് ആയിട്ടുള്ള ഏകദേശം 2 അല്ലെങ്കിൽ 1.5 ആ ഒരു റേഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 27 ആങ്സ്ട്രോം കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, ഒരിക്കലും എ എന്ന് എഴുതി വെക്കരുത്. അപ്പൊ നിങ്ങൾ ഏത് കാർബൺ ആ ഒരു ബോണ്ട് ബീറ്റ കൺഫർമേഷൻ ബോണ്ട് ബേസ് ചെയ്തിട്ടാണെങ്കിലും ആ കാർബൺ കാർബൺ എത്ര ബോണ്ട് ഉണ്ട് എന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം അത് 1.5 ആങ്സ്ട്രോം വെച്ച് ഇൻറ്റു ചെയ്യുക. എല്ലാ ബയോ കെമിസ്ട്രിയിലും ആ ഒരു കാർബൺ കാർബൺ ബോണ്ടിന്റെ ലെങ്ത് 1.5 ആങ്സ്ട്രോം വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിനുശേഷം അതിന്റെ ടെർമിനൽ ആയിട്ട് ഏതാണോ, ഇപ്പൊ ഫാറ്റി ആസിഡ് ആയതുകൊണ്ട് ഇവിടെ മീഥൈൽ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ബോണ്ട് ലെങ്ത്തും കൂടി ആഡ് ചെയ്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ബി ആണ്. ഓക്കെ, ആൻസർ ബി ആണ്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. കാരണം ഇതേപോലെയുള്ള കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ത്രൂ ഔട്ട് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്.
സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് എന്താ പറയുന്നത് കോംപ്ലിമെന്ററി ജീൻ ഇന്ററാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ ടു നോൺ അലീലിക് ജീൻസ് ആർ ബോത്ത് റിക്വയർഡ് ഫോർ ആന്തോസയാനിൻ സിന്തസിസ് ഇൻ ഫ്ലവേഴ്സ്. അതായത് ഒരു ഫ്ലവറിൽ കളേർഡ് ഫ്ലവർ കിട്ടണമെങ്കിൽ ആ ഒരു ജീനിന്റെ രണ്ട് നോൺ അലീലിക് ആയിട്ടുള്ള ജീൻസ് ഉണ്ട്, അതിന്റെ രണ്ടിനെയും ആവശ്യമാണ്. അതായത് ഡോമിനന്റ് ആയിട്ടുള്ള രണ്ട് ഫോംസും ഉണ്ടെങ്കിൽ മാത്രമേ കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ. ഇൻ കേസ് ഈ ഡോമിനന്റ് ആയിട്ടുള്ള അലീൽസിൽ ഏതെങ്കിലും ഒരു അലീൽ നോക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ നോക്കൗട്ട് ഓഫ് ഏതർ ജീൻ പ്രൊഡ്യൂസസ് വൈറ്റ് ഫ്ലവേഴ്സ്. അപ്പൊ നോക്കൗട്ട് ആയെന്ന് വെച്ചാൽ ഡിലീറ്റ് ആയി പോവുക അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ ആയി പോയാൽ അവിടെ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക, റിസസീവ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത്തരം കേസിൽ F2 റേഷ്യോ എന്താണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഒരിക്കലും ഡൈഹൈബ്രിഡ് ക്രോസ് റേഷ്യോ മെൻഡേലിയൻ ക്രോസ് റേഷ്യോ ആയിട്ടുള്ള 9:3:1 ആണ് എന്ന് വിചാരിക്കരുത്. ഇവിടെ ആൻസർ 9:7 ആണ്. കാരണം ഇവിടെ കോംപ്ലിമെന്ററി ജീൻ ഇന്ററാക്ഷൻ ആണ് വരുന്നത്. അപ്പൊ അതെങ്ങനെയാണ് കോംപ്ലിമെന്ററി ജീൻ ഇന്ററാക്ഷൻ, അതിന്റെ ഒരു എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, കൂടുതലായിട്ട് വിവരിക്കുന്നില്ല. സപ്പോസ് നമുക്ക് രണ്ട് ജീൻ ഉള്ളത് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു ക്യാപിറ്റൽ എക്കും ക്യാപിറ്റൽ ബിക്കും രണ്ട് അലീൽ ഉണ്ടായിരിക്കുമല്ലോ. ക്യാപിറ്റൽ എ സ്മോൾ എയും ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ ബി സ്മോൾ ബിയും ഉണ്ടായിരിക്കും. സോ സപ്പോസ് നമ്മൾ F1 ജനറേഷനിൽ ഒരു ഫ്ലവർ കളേർഡ് ആയിട്ടുള്ള ഫ്ലവർ, അപ്പോൾ എല്ലാം ഡോമിനന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ എടുത്തത്. ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ആറുമായിട്ട് ക്രോസ് ചെയ്യാണ്. സ്മോൾ എ സ്മോൾ ബി അതായത് ഒരു വൈറ്റ് ഫ്ലവറുമായിട്ട് ക്രോസ് ചെയ്യാണ്. അപ്പോൾ ക്രോസ് ചെയ്തപ്പോൾ F1 ജനറേഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണല്ലോ. അപ്പൊ ഇവിടെ രണ്ട് ജീൻസിലും ഡോമിനന്റ് ആയിട്ടുള്ള അലീൽസ് പ്രസന്റ് ആണ് അല്ലെ. ക്യാപിറ്റൽ എയും പ്രസന്റ് ആണ്, ക്യാപിറ്റൽ ബിയും പ്രസന്റ് ആണ്. സോ F1 ജനറേഷനിൽ നമുക്ക് കിട്ടിയ ഫ്ലവേഴ്സ് ഒക്കെ കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് F2 ജനറേഷൻ ആണ്. നമ്മൾ പുന്നെറ്റ് സ്ക്വയർ, നിങ്ങൾ നോട്ട് ഉണ്ടെങ്കിൽ പുന്നെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു F1 ജനറേഷനിൽ കിട്ടിയ എ ബിയും തമ്മിൽ ക്രോസ് ചെയ്യാണ്. അപ്പൊ ക്രോസ് ചെയ്തപ്പം നമുക്ക് 9:3:1 റേഷ്യോയിലാണല്ലോ ഓസ്പ്രിങ്സ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഓസ്പ്രിങ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അവയിൽ നോക്കൗട്ട് എന്നുള്ള വേർഡ് ഉള്ളത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ജീൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടണമെങ്കിൽ ഡോമിനന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും വരണം അല്ലെ. ഇപ്പൊ ഇവിടെയുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഗമീറ്റ്സ് നിങ്ങൾ നോക്കിയാൽ ക്യാപിറ്റൽ ബി ഗമേറ്റ് ഉണ്ടാവും, ക്യാപിറ്റൽ എ സ്മോൾ ബി ഗമേറ്റ് ഉണ്ടായിരിക്കും, സ്മോൾ എ ക്യാപിറ്റൽ ബി ഉണ്ട്, സ്മോൾ ബി ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ ഇപ്പുറത്തുണ്ട്. അപ്പം ആ ഒരു ഗമീറ്റ്സ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്രോസ് നടത്തിയിട്ട് ഒരു പുന്നെറ്റ് സ്ക്വയർ വെച്ച് നോക്കിയാൽ നിങ്ങൾ നോക്കൗട്ടും കൂടി എന്താ വേണം കേട്ടോ. അപ്പം നോക്കൗട്ട് എന്നുള്ള ഒരു പ്രോസസ്സ് വന്നത് കൊണ്ട് ഇവിടെ കളേർഡ് ആയിട്ടുള്ള പോർഷൻ വരണമെങ്കിൽ ബോത്ത് ഡോമിനന്റ് അലീൽ പ്രസന്റ് ആയിട്ടുള്ള കേസിൽ മാത്രമേ വരുള്ളൂ. ദെൻ ഒന്നുകിൽ ബി ജീന് നോക്കൗട്ട് ആയാൽ അവിടെ വൈറ്റ് ആകും. ഇവിടെ എ ജീന് ഉണ്ട്, പക്ഷെ ബി ജീന് എന്ന് പറയുന്നത് ഡോമിനന്റ് ആയിട്ടുള്ള അലീൽ പ്രസന്റ് അല്ല, അതുകൊണ്ട് അതും വൈറ്റ് ആണ്. അപ്പൊ ഇവിടെയുള്ള കേസിൽ എല്ലാം റെസസീവ് ആണ്, അപ്പൊ അതുകൊണ്ട് അതും വൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു നോക്കൗട്ട് അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ ആയിട്ടുള്ള ഈ ഒരു റേഷ്യോ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു 3 ടൈപ്പാണ് നിങ്ങൾക്ക് കിട്ടിയ. ഏത് റേഷ്യോ എടുത്താലും ഏത് ക്രോസ് ചെയ്താലും ഈ ഒരു F2 ജനറേഷനിൽ നിങ്ങൾക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു ടൈപ്പേ ഉണ്ടാവുള്ളൂ, ബോത്ത് ഡോമിനന്റ് ആയിട്ടുള്ള ഫോംസ്. കളേർഡ് അല്ലാത്ത ഫോംസ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ ഫോംസും ആണ് അല്ലെ. അതായത് ഡോമിനന്റ് ആയിട്ടുള്ള ബി ഇല്ലെങ്കിൽ ഇവിടെ ഡോമിനന്റ് ആയിട്ടുള്ള എ ഇല്ലെങ്കിലോ ബി ഇല്ലെങ്കിലോ ഒക്കെ അവിടെ വൈറ്റ് ആണ്. നിങ്ങൾ എങ്ങനെ പുന്നെറ്റ് സ്ക്വയർ വെച്ച് വരച്ചാലും നിങ്ങൾക്ക് കളേർഡ് ആൻഡ് വൈറ്റ് എന്നീ രണ്ട് കോമ്പിനേഷൻസ് മാത്രമേ കിട്ടുള്ളൂ. അതാണ് കോംപ്ലിമെന്ററി ജീൻ ഇന്ററാക്ഷൻ. ഇനി നിങ്ങൾക്ക് പുന്നെറ്റ് സ്ക്വയർ വെച്ച് വരച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കളേർഡ് ആയിട്ടുള്ള പോർഷൻ 9 കിട്ടും. സോ ആദ്യത്തെ ആ ഒരു പുന്നെറ്റ് സ്ക്വയറിൽ 3 ഈ എ കിട്ടും, ഇവിടെയും 3 കിട്ടും, ഇവിടെയും 1 കിട്ടും. ഇങ്ങനെയാണ് നിങ്ങൾ പുന്നെറ്റ് സ്ക്വയർ വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇതിൽ ആദ്യത്തെ മാത്രമേ കളേർഡ് ഉള്ളൂ, ബാക്കി മൂന്നും വൈറ്റ് ആണ് അല്ലേ. അപ്പം കളേർഡ് ആയിട്ടുള്ള റേഷ്യോ 9 ആണ്, ബാക്കി 3+3+1 7 എന്ന് പറയുന്നത് വൈറ്റ് ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ F2 റേഷ്യോ എന്ന് പറയുന്നത് 9:7 എന്നുള്ള മീനിങ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു ഈ ഒരു കോംപ്ലിമെന്ററി ജീൻ ഇന്ററാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. കുറച്ച് സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഓക്കെ, അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ അല്ല, കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി ഓഫ് പ്ലാന്റ് റീസ്റ്റോറേഷൻ ഓഫ് ഫെർട്ടിലിറ്റി ഈസ് യൂഷ്വലി മീഡിയേറ്റഡ് ബൈ. അപ്പം എന്താണ് ഈ ഒരു സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി എന്ന് പറയണം. ദെൻ അത് റീസ്റ്റോർ ചെയ്യുന്നത് ആരാണ് മെയിൻ ആയിട്ട് മീഡിയേറ്റ് ചെയ്യുന്നത്? ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് ജീനോം മ്യൂട്ടേഷൻ, ന്യൂക്ലിയർ റീസ്റ്റോറർ RF ജീൻസ്, മൈറ്റോകോൺഡ്രിയൽ റീകോമ്പിനേഷൻ സപ്രഷൻ, RNA എഡിറ്റിംഗ് ഇൻഹിബിഷൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ ഒരു സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി എന്ന് വെച്ചാൽ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫങ്ഷണൽ ആയിട്ടുള്ള പോളൻസ് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് CMS എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു CMS മെയിൻലി കോസ് ചെയ്യുന്നത് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസിന്റെ ഭാഗമായിട്ടാണ്. മൈറ്റോകോൺഡ്രിയൽ ജീൻസ് ആണ് ഈ ഒരു സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി കോസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ആണ് എന്ന് വെക്കാം. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. ഈ ഒരു സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസിൽ വരുന്ന മൈറ്റോകോൺഡ്രിയൽ ജീൻസിൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടുവരുന്ന ഈ ഒരു CMSനെ റീസ്റ്റോർ ചെയ്യാൻ, ആ ഒരു ഫെർട്ടിലിറ്റി റീസ്റ്റോർ ചെയ്യാൻ ആരാണ് മീഡിയേറ്റ് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ബി, ന്യൂക്ലിയർ റീസ്റ്റോറർ RF ജീൻസ് ആണ്. അതായത് CMS എന്ന് പറയുന്നത് ഒരു മൈറ്റോകോൺഡ്രിയൽ ആണ്. പക്ഷെങ്കിൽ ഇവിടെ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവിടെയുള്ള ഇന്ററാക്ഷൻ, ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് ഇന്ററാക്ഷൻ വഴിയാണ്. അപ്പൊ ഇവിടെ മൈറ്റോകോൺഡ്രിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടത് ആയതുകൊണ്ട് ഒരിക്കലും ഓപ്ഷൻ എ വരില്ല അല്ലെ. ക്ലോറോപ്ലാസ്റ്റിലെ ജീനോമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല CMS എന്ന് പറയുന്നത്. ദെൻ സി എടുത്താൽ മൈറ്റോകോൺഡ്രിയൽ റീകോമ്പിനേഷൻ സപ്രഷൻ എന്ന് പറയുന്നത് റീസ്റ്റോറേഷന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ മെക്കാനിസം അല്ല. അപ്പം RNA എഡിറ്റിംഗ് ഇൻഹിബിഷൻ ആയാലും റീസ്റ്റോറേഷൻ പാത്വേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. സോ അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിൽ പ്രസന്റ് ആയിട്ടുള്ള ചില ജീൻസ് ഉണ്ട്, ന്യൂക്ലിയർ റീസ്റ്റോറർ ജീൻസ് അല്ലെങ്കിൽ RF ജീൻസ് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ജീൻസിന് മൈറ്റോകോൺഡ്രിയയിലുള്ള ജീൻസിന്റെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻസിനെ ഒന്നുകിൽ സപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ സാധിക്കും. അങ്ങനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡിഫക്റ്റ് ഇല്ലാതാവുകയും മൈറ്റോകോൺഡ്രിയൽ ജീൻസ് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുകയും മെയിൽ സ്റ്റെറിലിറ്റി ഇല്ലാതാക്കുകയും ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ, എ പ്ലാന്റ് മ്യൂട്ടന്റ് ലാക്കിംഗ് ഫങ്ഷണൽ ഡൈസർ ലൈക്ക് പ്രോട്ടീൻ വിൽ മോസ്റ്റ് ഡയറക്ട്ലി ഷോ ഡിഫക്റ്റ് ഇൻ. അതായത് ഡൈസർ ലൈക്ക് പ്രോട്ടീനിന്റെ ഫങ്ഷനിങ്ങിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ഏതിനെയാണ് ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നത്? DNA റെപ്ലിക്കേഷൻ ആണോ, RNA പ്രോസസ്സിംഗ് ആണോ, സ്മോൾ RNA ജനറേഷൻ ആണോ, പ്രോട്ടീൻ യുബിക്വിറ്റിനേഷൻ ആണോ? ആൻസർ എന്ന് പറയുന്നത് സി ആണ്. കാരണം ഈ ഒരു ഡൈസർ എന്ന് പറയുന്ന എൻസൈം RNAi പാത്വേ ഉണ്ടല്ലോ, RNA ഇന്റർഫറൻസ് മെക്കാനിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു RNase 3 ടൈപ്പ് എൻസൈം ആണ് ഈ ഒരു ഡൈസർ ലൈക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡൈസർ എന്താ ചെയ്യുന്നത്? ഡൈസർ ക്ലീവ്സ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA. ഓക്കെ, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ക്ലീവ് ചെയ്തിട്ട് സ്മോൾ RNA, ചെറിയ ചെറിയ RNA ജനറേറ്റ് ചെയ്യുന്നു. ആ ഒരു സ്മോൾ RNAസിന്റെ എക്സാമ്പിൾ ആണ് siRNA, miRNA എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു സ്മോൾ RNA, siRNA, miRNA ആണ് RNA ഇന്റർഫറൻസ് പാത്വേയിൽ ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു siRNA, miRNA പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഡൈസർ ലൈക്ക് പ്രോട്ടീൻ. സോ ഡൈസർ ലൈക്ക് ആയിട്ടുള്ള പ്രോട്ടീൻസ് മിസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല? si and miRNA ഉണ്ടാകില്ല. അതായത് ഡബിൾ സ്റ്റാൻഡേർഡ് RNAയുടെ ബ്രേക്ക് നടക്കില്ല, എന്നിട്ട് സ്മോൾ RNA ഉണ്ടാവില്ല. സോ ആൻസർ എന്ന് പറയുന്നത് സ്മോൾ RNA ജനറേഷനെ പ്രിവെന്റ് ചെയ്യും. അതിനാണ് ഡയറക്ട്ലി ഇവ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് DNA റെപ്ലിക്കേഷൻ ഇഫക്ട് ചെയ്യാത്തത്? ഡൈസർ ലൈക്ക് പ്രോട്ടീൻ DNA റെപ്ലിക്കേഷനുമായിട്ട് ഒരു ബന്ധമില്ല. അവിടെ DNA പോളിമറൈസ് ആണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. RNA പ്രോസസ്സിംഗ് ആണെങ്കിൽ മെയിൻ ആയിട്ട് ന്യൂക്ലിയോളസിൽ കാണുന്ന എൻസൈംസ് ആണ് RNA പ്രോസസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. സോ ഈ ഒരു പ്രോട്ടീൻ യുബിക്വിറ്റിനേഷൻ ആണെങ്കിൽ യുബിക്വിറ്റിൻ പ്രോട്ടിയോസോം സിസ്റ്റം ആണ് ഈ ഒരു പ്രോട്ടീൻ യുബിക്വിറ്റിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഡൈസർ ഡയറക്ട്ലി റിലേറ്റ് ചെയ്തിട്ടുള്ളത് സ്മോൾ RNA ജനറേഷനുമായിട്ടാണ്. ഡൈസർ ഇല്ലെങ്കിൽ ഈ ഒരു ജനറേഷൻ പ്രിവെന്റ് ചെയ്യും, നല്ല രീതിയിൽ നടക്കില്ല. ഓക്കെ, അപ്പൊ അതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഹിബിഷൻ of Aurora A kinase in dividing meristematic cells would most likely lead to. അതായത് Aurora A kinase ന്റെ ഇൻഹിബിഷൻ എന്തിനെയാണ് ഡയറക്റ്റ് ആയിട്ട്
കാരണമാകുന്നത്? DNA റെപ്ലിക്കേഷന്റെ ഫെയിലിയർ ആണോ, സ്പിൻഡിൽ അസംബ്ലിയുടെ ഡിഫക്റ്റ് ആണോ, മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ പൊട്ടൻഷ്യന്റെ ലോസ് ആണോ, അപ്പോടോപ്സിസ് ഇൻക്രീസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കാസ്പേസ് ആക്ടിവിറ്റി വഴി അപ്പോടോപ്സിസ് ഇൻക്രീസ് ചെയ്യുന്നതാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം എന്താണ് അറോറ എ കൈനേസ്? അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറെ തവണ കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അറോറ എ കൈനേസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സെറീൻ ത്രിയോണിൻ പ്രോട്ടീൻ കൈനേസ് ആണ്. ഇവ എം ഫേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെൽ സൈക്കിളിൽ മെരിസ്റ്റമാറ്റിക് സെൽസ് ആണല്ലോ, ഡിവൈഡിങ് സെൽസ് ആണല്ലോ, ആ ഒരു മോസ്റ്റ്ലി ഡിവൈഡിങ് സെൽസിൽ അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് സെൽസിൽ കാണുന്ന എം ഫേസിലുള്ള അല്ലെങ്കിൽ മൈറ്റോസിസിന്റെ സമയത്ത് കാണുന്ന ഒരു എൻസൈം ആണ് അറോറ എ കൈനേസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു അറോറ എ കൈനേസിന്റെ മെയിൻ ആയിട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെൻട്രോസോം മെച്ചൂർ ചെയ്യുക. നമ്മൾ ഡിവൈഡ് ആ ഒരു ഫേസ് മൈറ്റോസിസിൽ ഓരോ ഫേസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, സ്പിൻഡിൽ ഫൈബറിന്റെ ഫോർമേഷനും സെൻട്രോസോമിന്റെ മെച്ചുറേഷനും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ അറോറ എ കൈനേസ് എന്ന് പറയുന്നത് സെൻട്രോസോമിന്റെ മെച്ചുറേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, സെൻട്രോസോമിന്റെ മെച്ചുറേഷനും അതുവഴി സെൻട്രോസോമിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഒരു സ്പിൻഡിൽ ഫോർമേഷനും സഹായിക്കുന്നുണ്ട്. ആ ഒരു സ്പിൻഡിൽ ഫോർമേഷൻ ക്രോമസോമിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ക്രോമസോമിന്റെ അലൈൻമെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുള്ളത് അല്ലെ. അപ്പോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. സ്പിൻഡിൽ അസംബ്ലിനെ ഡിഫക്റ്റ് ആക്കും ഇതില്ലെങ്കിൽ അറോറ എ കൈനേസിനെ ഇൻഹിബിറ്റ് ചെയ്താൽ. കാരണം അറോറ എ റെഗുലേറ്റ് ചെയ്യുന്നത് സെൻട്രോസോമിന്റെ മെച്ചുറേഷനും സ്പിൻഡിൽ അസംബ്ലിനെയാണ്. ഓക്കെ, DNA റെപ്ലിക്കേഷൻ ഒക്കെ എസ് ഫേസിൽ നടക്കുന്നതാണ്. ഇത് എം ഫേസിൽ നടക്കുന്ന ആക്ടിവിറ്റി ആണ് അറോറ എ കൈനേസിൻ്റെത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. അതായത് വിത്ത് റെഫറൻസ് ടു എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റീവ് കെമിക്കൽസ്, EDC എന്ന് പറയുന്ന ആ ഒരു എൻഡോക്രൈനുമായിട്ട് ഹോർമോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റീവ് കെമിക്കൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് അവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് ഓപ്ഷൻസ് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പൊ നമുക്ക് ഓരോന്നും ഏതാണ് അത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഒന്നാമത്തത് they may mimic natural hormones by binding to nuclear receptors. ആ ഒരു സെന്റൻസ് കറക്റ്റ് ആണ്. കാരണം ഈ ഒരു EDC എന്ന് പറയുന്നത് ഹോർമോൺ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഈസ്ട്രോജനെ പോലെ ആക്ട് ചെയ്യുന്ന ഒരു EDCക്ക് എക്സാമ്പിൾ ആണ് BPA എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. EDCക്ക് ഒരു എക്സാമ്പിൾ ആണ് BPA. അവ ഈസ്ട്രോജനെ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹോർമോണിന്റെ ന്യൂക്ലിയർ ഹോർമോൺ റിസപ്റ്ററിൽ പോയിട്ട് അവ ബൈൻഡ് ചെയ്യും. ഒരു ഹോർമോൺ പോലെ ന്യൂക്ലിയർ ഹോർമോൺ റിസപ്റ്ററിൽ പോയിട്ട് ഈ ഒരു എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റീവ് കെമിക്കൽസിന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു നോർമൽ ആയിട്ടുള്ള ഹോർമോൺ ഉണ്ടല്ലോ, ആ ഒരു ഹോർമോണിന്റെ സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യാനോ ആക്ടിവേറ്റ് ചെയ്യാനോ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തത് their effect are always dose dependent in a linear fashion. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. കാരണം ഈ ഒരു EDC എന്ന് പറയുന്ന ഒരു നോൺ മൊണോട്ടോണിക് ഡോസ് റെസ്പോൺസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവ ചില സമയത്ത് ഇവയുടെ ചെറിയ ഡോസ് വേണമെങ്കിൽ ഇഫക്റ്റീവ് ആകാം, ചില സമയത്ത് സ്ട്രോങ് ഇഫക്റ്റ് ആവാം. അതായത് ഏത് രീതിയിലാണ് ഇവ ഡോസ് കൊടുക്കേണ്ടത് എന്നുള്ളതല്ല, അവ കൊടുക്കുന്നതിനനുസരിച്ചിട്ടല്ല അവയുടെ എഫക്റ്റ് വരുന്നത്. അവ പല രീതിയിൽ മാറാം, വേരിയേഷൻസ് ഉണ്ടാകാം. അപ്പോൾ രണ്ടാമത്തെ ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തത് they can interfere during embryonic development even at low doses. ഈ ഒരു ഓപ്ഷൻ ശരിയാണ്. കാരണം ഈ ഒരു എംബ്രിയോസിന്റെ ആ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഹോർമോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഹോർമോണുമായിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഒരു ഡെവലപ്പിംഗ് എംബ്രിയോ എന്ന് പറയുന്നത്. സോ ചെറിയ രീതിയിൽ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടായാലും ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ട്. എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റീവ് കെമിക്കൽ എന്ന് പറയുന്നത് ഹോർമോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ? ആണല്ലോ. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷനും ശരിയാണ്. നാലാമത്തത് PFAs are considered potential endocrine disruptors. PFAs എന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഫോം പെർമനന്റ് പോളിഫ്ലൂറോ ആൽക്കൈൽ സബ്സ്റ്റൻസ് എന്നാണ്. അപ്പൊ ഈ ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഹോർമോൺസും തൈറോയിഡും ഒക്കെ ആയിട്ട് ഇന്റർഫിയർ ചെയ്യാൻ പറ്റുന്ന ഹോർമോൺസ് ആണ്. സോ ഹോർമോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു PFAs എന്ന് പറയുന്നത്. സോ ഇതില് 1, 3 and 4 എന്ന് പറയുന്ന ആൻസർ കറക്റ്റ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. EDC എന്ന് പറയുന്നത് നോൺ മോണോട്ടോണിക് ഡോസ് റെസ്പോൺസ് ആണ്. അതുകൊണ്ട് 2 ഇൻകറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ.
സോ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഞ്ചക്ഷൻ ഓഫ് സൾഫേറ്റ് എയറോസോൾ ഇൻ ടു എ സ്ട്രാറ്റോസ്ഫിയർ വുഡ് മോസ്റ്റ് ഡയറക്ട്ലി ഇൻക്രീസ് വിച്ച് അറ്റ്മോസ്ഫിയറിക് പാരാമീറ്റർ? ഇവയിൽ ട്രോപ്പോസ്ഫിയറിക് ഓസോൺ കോൺസെൻട്രേഷൻ ആണോ, എർത്ത് ആൽബിഡോ ആണോ, ഓഷ്യൻ സലൈനിറ്റി ആണോ, ഇൻഫ്രാറെഡ് റേഡിയേഷൻ അബ്സോർപ്ഷൻ ആണോ ഈ ഒരു സൾഫേറ്റ് എയറോസോളിന്റെ ഇഞ്ചക്ഷനോ ആയിട്ട് സ്ട്രാറ്റോസ്ഫിയറിൽ കൂടുതലാകുന്നത് കൊണ്ടുള്ള ഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് പറയുന്നത്? ഇതിൽ ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ബി ആണ്. അതായത് ഈ ഒരു സൾഫേറ്റ് എയറോസോൾ എന്ന് പറയുന്ന ഒരു സൾഫർ ഡയോക്സൈഡിൽ നിന്ന് ഫോം ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ആണ്. അത് കുറെ കാലം ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറിൽ റിമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു വോൾക്കാനിക് ഇറപ്ഷനിൽ നിന്നൊക്കെ വരുന്ന ഒരു ടൈപ്പ് പൊല്യൂട്ടന്റ് ആണ്. ഒരു സൾഫേറ്റ് എയറോസോൾ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് റിഫ്ലക്ട് ഇൻകമിങ് സോളാർ ലൈറ്റ്, അതായത് സോളാർ ലൈറ്റിനെ അവ എന്ത് ചെയ്യും, തിരിച്ച് ബാക്ക് സ്പേസിലോട്ട് തന്നെ അവ റേഡിയേഷനെ സ്കാറ്റർ ചെയ്യും. അതായത് ഇൻകമിങ് സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുകയാണ് ഈ ഒരു സൾഫേറ്റ് എയറോസോള് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സൾഫേറ്റ് എയറോസോൾ റിഫ്ലക്ട് ചെയ്യുന്നത് ഇതിൽ ഏത് ഓപ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതുകൊണ്ട് അവ ട്രോപ്പോസ്ഫിയറിന് ഡയറക്ട്ലി റിലേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ എർത്ത് ആൽബെഡോ ആണ്. അപ്പൊ ഈ ഒരു ആൽബെഡോ എന്ന് വെച്ചാൽ റിഫ്ലക്റ്റിവിറ്റി ഓഫ് ദ എർത്ത് ആണ്. എർത്തിനെ സൺലൈറ്റ് റിഫ്ലക്ട് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിനെയാണ്, ആ ഒരു പ്രോസസ്സിനാണ് ആൽബെഡോ എന്ന് പറയുന്നത്. അപ്പൊ ആൽബെഡോ ഹയർ ആണെങ്കിൽ സൺലൈറ്റിന്റെ റിഫ്ലക്റ്റിവിറ്റി കൂടുതലാണ്. അപ്പൊ തിരിച്ചു പോകും. അപ്പൊ കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഈ ഒരു സൾഫേറ്റ് എയറോസോള് കൂടിയെന്ന് വിചാരിക്കുക. അപ്പൊ സൾഫേറ്റ് എയറോസോള് കൂടുമ്പോൾ അവിടെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കൂടുവാണ് ചെയ്യുക. അതായത് ആൽബെഡോ, ആ ഒരു പ്ലാനറ്ററി ആൽബെഡോ എന്ന് പറയുന്നത് അവിടെ കൂടും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, എർത്ത് ആൽബെഡോ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിഗാർഡിംഗ് എൻവയൺമെന്റൽ നോയിസ് പൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇവയിലുള്ള സ്റ്റേറ്റ്മെന്റിൽ ശരിയായവ ഏതൊക്കെയാണ്? ഇതില് ഒന്നാമത്തത് ഡെസിബൽ സ്കെയിൽ ഈസ് ലോഗരിതമിക്. അതായത് ഡെസിബൽ എന്ന് പറയുന്ന നോയിസ്, സൗണ്ടിന്റെ ആ ഒരു അളവ് ബേസ് മെഷർമെന്റിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ഡെസിബൽ ലോഗരിതമിക് ആണ് എന്നാണ് പറയുന്നത്. ഈ ഒരു എന്താ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം ഈ ഒരു ഡെസിബൽ സ്കെയിൽ ലീനിയർ ആയിട്ടുള്ളതല്ല. ചെറിയ ഇൻക്രീസിൽ തന്നെ, ഈ dBയിലുള്ള ചെറിയ ഇൻക്രീസ് കൂടിയാൽ തന്നെ അതിനർത്ഥം സൗണ്ട് ഇന്റൻസിറ്റി വളരെ കൂടുതലാണ് എന്നാണ്. രണ്ടാമത്തെ നോക്കാം. എ 10 decibel increase represent 10 times increase in sound intensity. ഈ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കാരണം 10 dB കൂടിയാൽ 10 times സൗണ്ട് ഇന്റൻസിറ്റി കൂടും. then 20 dB ആണ് കൂടുതലെങ്കിൽ 100 times സൗണ്ട് ഇന്റൻസിറ്റി കൂടും. then about 30 dB ആണെങ്കിൽ 1000 times ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ആ ഒരു ഓർഡറിൽ പഠിച്ചു വെക്കുക കേട്ടോ. then മൂന്നാമത്തത് കണ്ടിന്യൂസ് എക്സ്പോഷർ above 85 dB may cause irreversible cochlear damage. അത് കറക്റ്റ് ആണ്. 85 dB കൂടുതൽ ആ ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ, ഒരു നോയിസ് ഉണ്ടെങ്കിൽ അത് കോക്ലിയർ ഡാമേജിന് കാരണമാകുന്നുണ്ട്. സോ ആദ്യത്തെ മൂന്നെണ്ണവും ശരിയാണ്. നാലാമത്തത് നോയിസ് പൊല്യൂഷൻ എഫക്ട് ഓൺലി ഓഡിറ്ററി ഹെൽത്ത് ആണോ? അല്ല. നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തെ എഫക്ട് ചെയ്യാം. ആങ്സൈറ്റി, ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ലീപ്പ് പാറ്റേണിൽ മാറ്റം വരാൻ, ആ ഒരു കോഗ്നിറ്റീവ് പെർഫോമൻസിൽ വരെ ഈ ഒരു നോയിസ് പൊല്യൂഷൻ മാറ്റം വരാം. സോ ഓപ്ഷൻ ശരിയായിട്ടുള്ളത് ആൻസർ എ ആണ് കേട്ടോ. അതായത് നോയിസ് പൊല്യൂഷൻ കാർഡിയോവാസ്കുലാറിനെയും സൈക്കോളജിക്കൽ ഇഫക്റ്റിനെയും വരെ കാരണമാക്കാം. ഇപ്പൊ ഇതാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി ഒന്ന്. സോ അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് chronic uranium exposure through drinking water primarily causes toxicity via radioactive beta decaying liver, alpha particle emission in skin, chemical nephrotoxicity to renal tubule, hemoglobin oxidation. ഈ ഒരു ക്രോണിക് യുറാനിയം എക്സ്പോഷർ, അതായത് ഈ ഒരു യുറാനിയം എന്ന് പറയുന്നത് അല്ലെ, യുറാനിയം ടോക്സിസിറ്റി എന്ന് പറയുന്ന ഒരു ഹെവി മെറ്റൽ ടോക്സിസിറ്റി ആണ്, ഒരു കെമിക്കൽ ഹെവി മെറ്റൽ ടോക്സിസിറ്റി ആണ്. അപ്പൊ ഹെവി മെറ്റൽ ഒരിക്കലും റേഡിയോ ആക്റ്റീവ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല അല്ലെ. അതുകൊണ്ട് ഓപ്ഷൻ എ ഇവിടെ റോങ് ആണ്. സോ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയാൽ ആൽഫ പാർട്ടിക്കിൾ എമിഷൻ ഇൻ സ്കിൻ, അതായത് മെയിൻ ആയിട്ട് ഒരു ഡ്രിങ്കിങ് വാട്ടറുമായിട്ട് ആ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല, ആ ഒരു സ്കിന്നിൽ വരുന്ന ആ ഒരു ആൽഫ പാർട്ടിക്കിൾ എമിഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് കെമിക്കൽ നെഫ്രോടോക്സിസിറ്റി ടു റീനൽ ട്യൂബ്യൂൾ, കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ഹെവി മെറ്റൽ ആണ് എന്നും പറഞ്ഞു. സോ യുറാനിയം ടോക്സിസിറ്റി എന്ന് പറയുന്നത്
ഈ ഒരു ഹെവി മെറ്റൽ ഇഫക്റ്റ് ആയതുകൊണ്ട് തന്നെ കിഡ്നീനെയാണ് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഇവ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവ യുറാനിയം ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യും. ദെൻ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് നേരെ കിഡ്നിയിലോട്ടാണ് അക്യുമുലേറ്റ് ചെയ്തിട്ട് റീനൽ പ്രോക്സിമൽ ട്യൂബ്യൂളിനെ അവർ ഡാമേജ് ചെയ്യിക്കുകയാണ് ചെയ്യുക. സോ അവ എന്താ കിഡ്നി ഇമ്പയർമെന്റിനും അല്ലെങ്കിൽ ട്യൂബുലാർ ഡിസ്ഫങ്ഷൻ പോലെയുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ യൂറിയ പോലെയുള്ള കുറേ അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കാരണം ക്രോണിക് യുറേനിയം എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ഓക്സിഡേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. സോ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. എൻവയോൺമെന്റൽ ലെവലിൽ യുറാനിയം ടോക്സിസിറ്റി ഒരു കെമിക്കൽ ആണ് അല്ലെ, ഒരു ഹെവി മെറ്റൽ ആണ്, അതുകൊണ്ട് കിഡ്നീനെയാണ് അവ ഡാമേജ് ചെയ്യിക്കുന്നത്. സോ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു 9 ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇഫ് ഇറ്റ് ഹെൽപ്ഫുൾ ഒരു കമന്റ് ബോക്സിലും കൂടി ഒന്ന് അടയാളപ്പെടുത്തിയേക്കുക. കൂടാതെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പൊ എല്ലാവർക്കും സെറ്റ് ബോട്ടണി എക്സാമിന് ഓൾ ദ ബെസ്റ്റ്.